ആണവ പദ്ധതി പുരോഗമിക്കുന്നതിനോടുള്ള പ്രതികരണമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും നിലവിൽ ജപ്പാനും തങ്ങളുടെ ത്രികക്ഷി സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തതായാണ് വിലയിരുത്തപ്പെടുന്നത്. കൊറിയൻ ഉപദ്വീപിന് സമീപം ജൂലൈ 11-ന് 3 രാജ്യങ്ങളും സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സിയോളിൽ യോഗം ചേർന്ന പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടതും റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉത്തര കൊറിയയെ ലക്ഷ്യമിട്ട് സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു റഷ്യ. ഇത്തരമൊരു നീക്കവും കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സഖ്യകക്ഷിയായ ഉത്തര കൊറിയ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സൈനികവും മറ്റ് സഹകരണങ്ങളും ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾക്കായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി ഉത്തര കൊറിയ സന്ദർശിച്ചിരിക്കുന്നത്. ജൂലൈ 12-ന് ഉത്തര കൊറിയയുടെ കിഴക്കൻ വോൺസാൻ നഗരത്തിൽ വെച്ച് സെർജി ലാവ്റോവ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആശംസകൾ കിമ്മിന് ലാവ്റോവ് കൈമാറി. യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള തന്റെ സർക്കാരിന്റെ പ്രതിബദ്ധത കിം കൂടിക്കാഴ്ചയിൽ ആവർത്തിക്കുകയുണ്ടായി. സഖ്യത്തിന്റെ നിലവാരത്തിന് അനുസൃതമായ എല്ലാ തന്ത്രപരമായ വിഷയങ്ങളിലും ഉത്തര കൊറിയയും റഷ്യയും ഒരേ വീക്ഷണങ്ങൾ പങ്കിടുന്നുവെന്ന് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ലാവ്റോവ് ആഹ്വാനം ചെയ്തതായും KCNA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ടു വരികയാണ്. സൈനിക സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തര കൊറിയ അവരുടെ സൈനികരെയും വെടിക്കോപ്പുകളും നൽകിയിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതിയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകൾ റഷ്യ ഉത്തര കൊറിയയ്ക്ക് കൈമാറുമെന്ന ആശങ്ക ദക്ഷിണ കൊറിയ, അമേരിക്ക, ജപ്പാൻ രാജ്യങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഉത്തര കൊറിയൻ പ്രധാനമന്ത്രി ചോ സൺ ഹുയിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലാവ്റോവ് അമേരിക്കയുടെ പുതിയ സൈനിക സഖ്യത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉത്തര കൊറിയയ്ക്ക് ചുറ്റും സൈനിക നടപടികൾ ശക്തമാക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ഉത്തര കൊറിയയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിവരുന്നത്. ഉത്തര കൊറിയയും റഷ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിന് എതിരെയാണ് ഞങ്ങൾ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ടാസ് ലാവ്റോവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പുരോഗമിക്കുന്നതിനോടുള്ള പ്രതികരണമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും നിലവിൽ ജപ്പാനും തങ്ങളുടെ ത്രികക്ഷി സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തതായാണ് വിലയിരുത്തപ്പെടുന്നത്. കൊറിയൻ ഉപദ്വീപിന് സമീപം ജൂലൈ 11-ന് 3 രാജ്യങ്ങളും സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സിയോളിൽ യോഗം ചേർന്ന പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടതും റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സൈനികാഭ്യാസങ്ങളെ അധിനിവേശ പരിശീലനങ്ങളായാണ് ഉത്തര കൊറിയ കാണുന്നത്. അമേരിക്കൻ സൈനിക ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാണെന്ന് ഉത്തര കൊറിയ പറയുന്നുണ്ട്. ഉത്തര കൊറിയ കൂടുതൽ ആണവായുധങ്ങൾ തേടാൻ ശ്രമിക്കുന്നതിന്റെ കാരണം റഷ്യ മനസ്സിലാക്കുന്നുവെന്നാണ് ലാവ്റോവ് പറയുന്നത്. ഉത്തര കൊറിയ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ സ്വന്തം ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഉത്തര കൊറിയയുടെ അഭിലാഷങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവർ ആണവ വികസനം പിന്തുടരുന്നതിന്റെ കാരണങ്ങളും മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുർസ്ക് അതിർത്തി മേഖലയിലുള്ള യുക്രൈനിയൻ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ ഉത്തര കൊറിയൻ സൈന്യം നൽകിയ സംഭാവനയ്ക്ക് റഷ്യയുടെ നന്ദി ലാവ്റോവ് ആവർത്തിച്ചപ്പോൾ യുക്രൈനെതിരായ റഷ്യയുടെ പോരാട്ടത്തെ ഉത്തര കൊറിയ നിരുപാധികം പിന്തുണയ്ക്കുന്നുവെന്നാണ് ഉത്തര കൊറിയൻ പ്രതിനിധി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചത്. മീറ്റിംഗ് വേദിയായ വോൺസാൻ നഗരത്തിൽ ഉത്തര കൊറിയ അടുത്തിടെ ഒരു വലിയ ബീച്ച് റിസോർട്ട് തുറന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 20,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. റഷ്യൻ വിനോദസഞ്ചാരികൾ ഇവിടെ വരാൻ കൂടുതൽ താല്പര്യം കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് സുഗമമാക്കുന്നതിന് ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. വിമാനയാത്ര ഉൾപ്പെടെ ഇതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി.
തന്റെ രാജ്യത്തിന്റെ പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിമ്മിന്റെ ശ്രമത്തിന്റെ കേന്ദ്രബിന്ദുവായാണ് വോൺസൺ കൽമ ടൂറിസ്റ്റ് മേഖല വിലയിരുത്തപ്പെടുന്നത്.